മലകളിലൂടെ ചുറ്റിക്കറങ്ങുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. ഷവറിൽ നമ്മൾ ദിവസവും കുളിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കും. സംശയമുണ്ടോ? ആഹാ, എന്തൊക്കെയാലും നല്ല രസമുണ്ട്. കൊള്ളാം. നമുക്കൊന്ന് കുളിച്ചിട്ട് വരാത്തെ. എടാ ഹണി, നിന്റെ തലയിൽ തലച്ചോറൊക്കെ ഫ്രീസ് ആയല്ലോ. സംശയമുണ്ടോ? നിങ്ങൾ മുകളിൽ എവിടേക്കായി പോകുന്നത്? മുകളിൽ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്റെ ചേട്ടാ, ട്രാക്കിംഗ് അല്ലേ, അപ്പൊ ട്രാക്കിങ്ങിന് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ മുകളിലേക്ക് പോകരുത്. അങ്ങോട്ട് ആരും തന്നെ പോകാറേ ഇല്ല. അവിടെ പോകുന്നത് വളരെ അപകടമാണ്. അതെന്താ അങ്ങനെ? മുകളിൽ ഒരു വലിയ ബിഗ് ഫൂട്ട് ഉണ്ട്. വളരെ വലുതാണത്. മാത്രമല്ല അപകടകാരിയുമാണത്. ഞങ്ങൾ പറയുന്നത് കേൾക്ക്. നിങ്ങൾ വേഗം തിരിച്ചു വെക്കോളൂ. ഇനിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നീ വാ. കൂട്ടുകാരെ, മുകളിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കതൊക്കെ നേരിടാമല്ലോ. ഈ ഗ്രാമവാസികൾ വെറുതെ പേടിക്കുകയാണ്. അതെ, മുകളിലേക്ക് പോകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സംശയമുണ്ടോ? അതെ, എനിക്കും തോന്നുന്നത് അങ്ങോട്ട് പോണോന്നാണ്. നിങ്ങൾ മൂന്നുപേരും പോണോന്ന്. നിങ്ങൾ മൂന്നുപേരല്ല, നമ്മൾ എല്ലാവരും മുകളിലേക്ക് പോകുന്നുണ്ട്. സംശയമുണ്ടോ? ആ, സംശയമുണ്ട്. നിന്നെ സംശയം. കാരണം നീ ആയിരിക്കും ആദ്യം ഓടുന്നത്. അതിന്റെ പുറകിൽ ആരോ ഉണ്ട്. അവിടെ എങ്ങും ആരും ഇല്ല. നിനക്ക് എന്താ തോന്നിയതാ വല്യളിയാ? അഥവാ ബിഗ് ഫുട്ട് ഉണ്ടെങ്കിൽ ഈ ചെറിയ കാട്ടിനകത്ത് ഒളിച്ചിരിക്കില്ല. കൊള്ളാം, നല്ല തണുത്ത വെള്ളം. കുറച്ചു നേരം ഞാനൊന്ന് വിശ്രമിക്കട്ടെ. പോപ്പട്ടെ, നീ എന്താ ചെയ്യുന്നേ? മുകളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ വിശ്രമിക്കാം. വാ. ഞാനങ്ങോട്ട് വരുന്നില്ല. അതിന്റെ മുകളിൽ ഇങ്ങനെ ബിഗ് ഫുട്ടും വിശ്രമിക്കാൻ വന്നാലോ? ഹണി, ഡോണ്ട് വറി. ഈ ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. അത്രയും വലിയ കാലുകളുള്ള ആരെങ്കിലും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? വെള്ളച്ചാട്ടത്തിൽ വിശ്രമിക്കാനുള്ള നിന്റെ ഐഡിയ കൊള്ളാൻ പണി. ഇവിടുത്തെ പുല്ലുകൾ വളരെ സോഫ്റ്റ് ആണ്. കുറച്ച് നമുക്ക് എടുത്തോണ്ട് പോയാലോ? നമുക്ക് നമ്മുടെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാം. സോഫ്റ്റ് സോഫ്റ്റ്. ബിഗ് ഫുട്ട്. ഇത് ഞാനാ കൂട്ടുകാരെ. ബിഗ് ഫുട്ടിന്റെ കാറ്റേറ്റ് ഞാൻ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടി. ഭയങ്കര ശക്തിശാലി അവൻ. ഹലോ മന്ദങ്കാലുള്ള മനുഷ്യ, ഞാൻ ഹണി. ഇത് ബണി, ഇത് പോപ്പട്ട്, ഇത് സോർദാർ. നീ ആരാണ്? ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ഗ്രാമവാസികൾ എന്നെ ബിഗ് ഫുട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. നിങ്ങൾ 4 പേരും എത്ര ചെറുതാണ്. വിഷയത്തിൽ നിന്ന് വിട്ടുപോയെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും പറയാം. സത്യത്തിൽ എനിക്ക് ഇവിടെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇവിടെ എന്നും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പൊ നിനക്ക് ബോറടിക്കുന്നുണ്ടാവല്ലോ. ജനങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഗോസ്റ്റ് ആണെന്നാണ്. പക്ഷെ ഞാൻ ഗോസ്റ്റ് അല്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എനിക്കിവിടെ ആരും കൂട്ടില്ല. ടെൻഷൻ അടിക്കണ്ട, ഇനി ഞങ്ങളുണ്ട് നിനക്ക് കൂട്ടായിട്ട്. ഈ കാട്ടിലെ ആദിവാസി വർഗക്കാരാണ് ബൊബാമോ. പക്ഷെ നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം സമയം എന്നോട് കളിക്കാമോ?
എല്ലാവരും നിൽക്ക്. നിങ്ങൾ അവനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഈ ബിഗ് ഫുട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല. എല്ലാവരും നിൽക്ക്. മോനെ രാജു, താങ്ക് യു സോ മച്ച്. ബിഗ് ഫുഡ്. ബിഗ് ഫുട്ട്. ഇവന്റെ പേര് ബിഗ് ഫുട്ട് എന്നാണ്. ആ ആ ആ കുട്ടിയെ താഴെ ഇറക്കാനാ പറഞ്ഞത്. താഴെ ഇറക്ക. ആ കുട്ടിയെ പിടിച്ചിട്ടുണ്ട്. വേഗം താഴെ ഇറക്ക്. വേഗം താഴെ ഇറക്കാൻ. നല്ല സ്നേഹമുള്ളവനാ, നമ്മളെ പോലെ തന്നെയുണ്ട്. അല്ല, അവൻ നമ്മളെ പോലെയൊന്നും അല്ല, വളരെ വലുതാണ്. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നില്ലേ അതുപോലൊന്നും അല്ല. അവൻ നല്ലവനാണ്. നിങ്ങളിപ്പോ കണ്ടില്ലേ, ഇവൻ അത്ര അപകടകാരിയൊന്നും അല്ല. നിങ്ങൾ കാര്യം എന്താണെന്നറിയാതെ ഇത്രയും പേടിച്ചത്. ഇവൻ ആർക്കും ഒരു നഷ്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവൻ സൈസ് കൊണ്ട് വലുതാണ്. അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് ഇവൻ അപകടകാരിയാണെന്ന് തോന്നിയത്. പക്ഷെ ഇവനും നമ്മളെ പോലെ കളിക്കാൻ ഇഷ്ടമാണ്. നേരം പോക്കും ഇവൻ ഇഷ്ടമാണ്. താങ്ക് യു ബിഗ് ഫുഡ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ മിനിമം ഒരു വർഷമെങ്കിലും ആവശ്യമായി വന്നേനെ. അത് ശരിയാ, അതിന്റെ ചെലവും വളരെ കൂടുതലായിരുന്നേനെ. നീ ശരിക്കും ഒരു നല്ലവൻ തന്നെയാണ്. നന്ദി പറയേണ്ടത് ഈ കുട്ടികളോടാണ്. നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന്. നിന്നോടുള്ള ഞങ്ങളുടെ പേടി ഈ കുട്ടികളാണ് മാറ്റിയെടുത്തത്. ചിലർ പറയുന്നു ഞാൻ ദേഷ്യക്കാരനാണെന്ന്, ചിലർ പറയുന്നു ഞാൻ പാവമാണ്. നിങ്ങളുടെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ സ്വീറ്റ് ആണ്. രാത്രികാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന അനിമൽസ് ആണ് നൊട്ടേണൽ അനിമൽസ് എന്ന് പറയുന്നത്. അല്ല കൊച്ചലിയ, സത്യത്തിൽ ഈ നൊക്ടേണൽ എന്ന് വെച്ചാ എന്തുവാ? നിശാചർ. ഓക്കേ. അപ്പൊ ഈ നിശാചറിന്റെ അർത്ഥം എന്താണ്? എടാ ശ്രദ്ധിച്ച് കേൾക്ക്. അവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അതായത് ഈ രാത്രിയിൽ ആക്റ്റീവ് ആകാറില്ലേ, അതിനെയാണ് അങ്ങനെ പറയുന്നത്. ആ വിഭാഗത്തിൽപ്പെടാത്ത അനിമൽസിനെയാണ്, അതായത് രാത്രിഞ്ചർ അല്ലെങ്കിൽ നിശാചർ എന്ന് പറയുന്നത്. ശരിയാ പറഞ്ഞത്. ബണി ചില രാത്രികളിൽ ഛർദിക്കാറുണ്ട്. മാത്രമല്ല അവനൊരു പൂച്ചയുമാണ്. അല്ലേ ബണി രാത്രിച്ചർ? എന്റെ ഹണി, ഇന്നലെ തലയ്ക്കകത്ത് വല്ല ബോധവും ഉണ്ടോ? രാത്രി ഇറങ്ങി നടക്കുന്ന അനിമൽസിന്റെ പേരാണ് രാത്രിച്ചർ. നീ വെറുതെ ചൊറിയാൻ നോക്കണ്ട. ഹലോ ഹലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് പെങ്ങളെ? പെങ്ങളോ? ഞാൻ നിനക്ക് ഏത് ആംഗിളിലൂടെയാ പെങ്ങളാവുന്നത്? എടാ മഞ്ഞ പെയിന്റ് അടിച്ച മത്തക്കണ്ണം പൂച്ചേ, വേഗം വിട്ടോ, സ്കൂട്ടായിക്കോ, പൊയ്ക്കോ. നീ പോയാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞയക്കും. എന്ത് പറയുന്നു? നിങ്ങളാരാ? അറിയാവുന്നവരെല്ലാം എന്നെ രമേശ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പിന്നെ പേരറിയാത്തവർ എന്താ വിളിക്കുന്നത്? എടാ മരമോന്തയും വച്ചിറങ്ങിയ മരമാക്രി തവളെ, കുളിക്കാത്ത നീ ഞങ്ങളോട് സംസാരിക്കുന്നോ? തട്ടുകൊണ്ട് വെറുതെ തട്ടി വീഴണ്ട. ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പൊക്കും. നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? ഓക്കെ, എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? ശത്രുവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിടിക്കാലോ. ഓ സ്മാർട്ട്. അടിക്ക് ഇടിക്ക് ചളുക്ക് തിരിക്ക്. ആ അണ്ണാനെ പോയി പിടിക്ക്. ആ അണ്ണാൻ അവന് നല്ലൊരു പണി കൊടുത്തിട്ടാണല്ലോ പോയത്. അയ്യോ, ഈ അണ്ണാനൊക്കെ ഇത്ര ശക്തിയിൽ അടിക്കാൻ കഴിയോ?
ഇനിയിപ്പോ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിന്റെ ജനല് നമ്മൾ പൊളിക്കുന്നു. പിന്നെ ചിക്കന്റെയും സാൻഡ്വിച്ചിന്റെയും കോളയുടെയും ഒപ്പം നമ്മൾ പാർട്ടി നടത്തുന്നു. ഇത് മോഷണമാണ്. അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ ശരിക്കും ഒരു പൂച്ചയല്ല. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. എടാ മരമാക്രി, നീ പൂച്ചകളുടെ പേരുകളെ ജനിച്ചതാ. പെറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന പൂച്ചകളുണ്ടല്ലോ, അവരെ ഞങ്ങൾ കൂടെ കൂട്ടാറില്ല. ഒന്ന് പോടേ. ഞാനൊരു വീട്ടിലെ പെറ്റാണ്, പക്ഷെ ഒരു ക്യാറ്റുമാണ്. നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. കണ്ണു ചുവക്കാണ്, പല്ല് കാടിക്കാണ്, മുട്ടു ചുരുട്ടാണ്, ആകെ വീറാക്കാണ്. നമ്മൾ വെറുതെ സമയം കളയല്ലേ. സിറ്റിയിൽ വേറെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, അങ്ങോട്ട് പോകാം. സിറ്റിയിൽ മോഷണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരാണെങ്കിൽ രക്ഷപ്പെട്ട് കളഞ്ഞു. ഇനി കൂട്ടുകാരെ സഹായത്തിന് വിളിക്കേണ്ടി വരും. എന്റെ ചേട്ടാ വിട്ടേക്ക് എന്നെ. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പൊയ്ക്കോളാം. എന്റെ ചേട്ടാ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങൾ മാക്കൂട്ടത്തിൽപ്പെട്ട പിള്ളേരാണ്, മനസ്സിലായോ? ഒരു എലി പൂച്ചകളെ പേടിപ്പിക്കുന്നു. നീ ഞങ്ങളെ അടിക്കോടാ, നീ അടിക്കോ. അയ്യോ ഞാനല്ല, ദാ 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 വരുന്നു. ഞങ്ങളുടെ കൂട്ടുകാരനെ തൊട്ടു കഴിഞ്ഞാ രാത്രി മുഴുവൻ സ്വന്തം ബോഡിയിൽ തൊട്ട് തൊട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. അതായത് എവിടേക്ക് ഇടികൊണ്ടൂന്നറിയാൻ. സംശയമുണ്ടോ? ഹുല്ലേ ഹുല്ലാരേ ഹുല്ലേ ഹുല്ലേ ഹുല്ലേ. ഏയ് രാജു, പപ്പു, ബണ്ടി, മര്യാദക്ക് എടുത്തോണ്ട് വെക്കോ വേഗം നിങ്ങളുടെ വണ്ടി. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളടിക്കും. 2020. എടാ കോപ്രാത്തലയാ, നിന്ന് വാചകം അടിക്കാതെ വേഗം സ്കൂട്ടാവടാ, പോട്ടാ വീട്ടിൽ വിടാ. കൊച്ചലിയ, നിനക്ക് ഇവരുടെ ഭാഷ നന്നായിട്ട് അറിയാലോ. എവിടുന്നാ പഠിച്ചത്? എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തരാമോ പ്ലീസ്? നിനക്കും അവസരം കിട്ടും വെല്ലുവിളിയാ. ഇപ്പൊ ഇവന്മാരെ കുറച്ച് മര്യാദ പഠിപ്പിക്കാനുള്ള സമയമാണ്. ഈ കൊപ്ര തലേന്റെ തലയാട്ടി എണ്ണയെടുക്കണം. ഇവന്റെ തലക്കകത്തുള്ള കളിമണ്ണെടുത്ത് നമുക്ക് പ്രതിമയുണ്ടാക്കണം. അതെ ഭായ്, കുറെ ദിവസത്തിന് ശേഷമാണ് രാത്രിയിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല രസമായിരിക്കും. അറ്റാക്ക്! ലൈറ്റ് ഒന്ന് ഓഫ് ആക്കടാ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കള്ള മൂങ്ങേ, നീ ഇങ്ങനെ മോങ്ങാനാ ഞാൻ ടോർച്ച് അടിച്ച്. സംശയമുണ്ടോ? എന്തൊരു കിക്കായിരുന്നു ചേട്ടാ. എന്നാ പിന്നെ നമുക്കൊരു ഫുട്ബോൾ ടീമിൽ ഇറങ്ങിയാലോ? നിങ്ങൾക്ക് വല്ലതും പറ്റും. നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിൽക്ക് പെങ്ങളെ. പെങ്ങളെന്ന് വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അയ്യോ, എങ്ങോട്ടാ പോകുന്നത്? ചലഞ്ച് ഒന്ന് പൂർത്തിയാക്ക്. ഏതെങ്കിലും ഒരു കഴുത ആ ഗേറ്റ് വരെ എത്തോ? കഴുത ഞാനാണ്. ഞാൻ ഗേറ്റിലേക്ക് പോവില്ല. പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞതല്ലേ സൈഡിലേക്ക് മാറാൻ. വല്ലതും പറ്റും എന്റെ പൊന്ന് പെങ്ങളെ. പറഞ്ഞില്ലേ പെങ്ങളെന്ന് വിളിക്കരുത്. വിളിക്കരുത്. എന്റെ ഭായ്, അവന്മാരൊരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതാ? ചേട്ടാ, ഇവൻ അവന്മാരെ ഒന്നുകൂടി തല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്ത് പറ്റി വെല്ലുവിളിയാ? ആ പൂച്ചകൾ നമ്മുടെ ഫാമിലി പെട്ടതാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കൊച്ചളിയാ. വെല്ലുവിളിയാ, ഇങ്ങനെയുള്ള തെരുവ് പൂച്ചകൾ നമ്മുടെ ഫാമിലി പെട്ടതല്ല. അതെ, നോക്ടേൺ എന്നുള്ള പേരും വെച്ചുകൊണ്ട് മോഷണം നടത്തുന്നവരും അതുപോലെ സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരും ഒരിക്കലും നമ്മളെ കുടുംബക്കാരായിരിക്കില്ല. ഇവരാണ് ബാക്കിയുള്ള ആനിമൽസിന്റെ പേര് കളയുന്നത്. സംശയമുണ്ടോ? നമ്മുടെ ഫാമിലി ഈ കൂട്ടുകാരാണ്. എല്ലാ സുഖദുഃഖങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവും. മാത്രമല്ല ഇവരാരും നോക്ടേണിലും അല്ല. എനിക്ക് മനസ്സിലായി. അഥവാ രാത്രിയിൽ കറങ്ങാൻ താല്പര്യമുണ്ടെങ്കിലേ നമ്മളിപ്പോ ചെയ്തതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നൈറ്റ് ലോങ് ഡ്രൈവിന് പോകാം. പിന്നെ ഫലൂടയും ഐസ്ക്രീമും കഴിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരെയും ചെയ്യാം. ഇവൻ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ മണ്ടനൊന്നും അല്ല. കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. സംശയമുണ്ടോ? അതെ, ഞാൻ കഴുതയാണ്. ഒരു ഇന്റലിജന്റ് ആയ കഴുതയാണ്.
കൂട്ടുകാരെ, ഒരു വർക്ക്ഷോപ്പും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച നമ്മുടെ ഈ വണ്ടി കേടായത്. എന്റെ ഭായ്, ചില സമയങ്ങളിൽ അഡ്വഞ്ചർ ട്രിപ്പിൽ കുറച്ച് അഡ്വഞ്ചർ ആവാറുണ്ട്. നിനക്കും പുറത്തിറങ്ങി ഒന്ന് ഈ വണ്ടി ഒന്ന് തള്ളിക്കൂടെ? ഞാനിവിടെ സ്റ്റിയറിംഗ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ കിക്കിട്ട് ഇങ്ങോട്ട് അയക്ക്. സംശയമുണ്ടോ? നിങ്ങൾ എന്ത് മണ്ടത്തരൊക്കെ പറയുന്നത്? എന്നെ കൊണ്ടൊരു നട്ടും ബോൾട്ടും പോലും തള്ളിക്കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെങ്ങനെയാ വണ്ടി തള്ളുന്നത്? ഇനി ഇതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. സംശയമുണ്ടോ? വേഗം കയറി വണ്ടിയിലിരിക്കേ. അതെന്താ, വണ്ടി സ്റ്റാർട്ടായോ? അല്ല, മഴ സ്റ്റാർട്ടായി കഴുതേ വല്ലാതെ നനയും നമ്മൾ. ഇപ്പൊ നമ്മൾ ശരിക്കും കാട്ടിൽ കുടുങ്ങിയത് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. സംശയമുണ്ടോ? ഒരു സംശയമില്ല പോപ്പട്ടെ. ഇനി നീ സംശയം പറഞ്ഞിട്ട് വന്നേക്കരുത്. എന്നാ അടിപൊളി ബംഗ്ലാവാ ഇത്. അല്ല, ഇത് ആരുടെ ബംഗ്ലാവാണ്? കുട്ടികളെ, ബിഗ് ഭായിയുടെ ബംഗ്ലാവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൊള്ളാലോ കൂട്ടുകാരെ, നമ്മളെ സ്വാഗതം ചെയ്യുവാണ്. അതെ ബിലാരെ, നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ ഗെയിം ഷോയിലേക്കാണ്. ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളാരാണെന്ന് കാണാൻ പറ്റുന്നില്ല. ഇത് ബിഗ് ഭായിയുടെ വീടാണ്. ഇവിടെ മനുഷ്യർ വരുന്നത് അവരുടെ ഇഷ്ടത്തിനാണ്, പക്ഷെ തിരിച്ചു പോകുന്നത് ബിഗ് ഭായിയുടെ ഇഷ്ടത്തിനാണ്. ഇനി നമുക്ക് കളി തുടങ്ങാം. ഞങ്ങൾക്കൊരു കളിയും കളിക്കണ്ട. ഇതിവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു. ഇനി നിങ്ങൾ കളിച്ചേ പറ്റൂ. എന്റെ ബ്രോ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ടാസ്ക് തരും. നിങ്ങളിൽ ആരാണോ ഞാൻ തരുന്ന ടാസ്ക് പൂർത്തിയാക്കി വിജയിയാകുന്നത് അവർക്ക് 1 കോടി രൂപ കിട്ടും. പിന്നെ തോറ്റവരെയെല്ലാം ഞങ്ങൾ തമ്പിംപ്രക്ഷം കാണിച്ച് തുമ്പിയെ പോലെ തട്ടിക്കളയും. ഇനി നിങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന സൂചികളൊക്കെ പറക്കിയെടുക്കേണ്ടി വരും. മുകളിൽ പാത്രങ്ങൾ ഇരിപ്പുണ്ട്, അതിലേക്കാണ് സൂചികൾ ഇടേണ്ടത്. അവരവരുടെ പാത്രങ്ങളിൽ ഒരു തവണ 1 സൂചി മാത്രമേ ഓരോരുത്തരും എടുത്തിടാൻ പാടുള്ളൂ. ഏത് മത്സരാർത്ഥിയുടെ പാത്രത്തിലാണോ ഏറ്റവും കൂടുതൽ സൂചിയുള്ളത് അവർക്ക് കിച്ചണിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും. ഇല്ല, ഞങ്ങളിത് ചെയ്യില്ല. സംശയമുണ്ടോ? കൂട്ടുകാരെ, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചാകും. സംശയമുണ്ടോ? ഇത് നമ്മൾ ചെയ്തേ മതിയാകൂ പോപ്പാൻ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ചേട്ടാ, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്ന്. പക്ഷെ ഇവിടെ പല്ലുമുറിയെ തിന്നാനായിട്ട് ഒരുപാട് തവണ എല്ലുമുറിയെ പണിയെടുക്കേണ്ടി വരും. സംശയമുണ്ടോ? പിന്നെ തത്തയോടൊരു കാര്യം, ഒരു കാര്യത്തിലും സംശയിച്ചു നിൽക്കരുത്. ഇവിടെ എല്ലാ കാര്യത്തിനും ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്നതാണ്. ഇത് ബിഗ് ഭായിയുടെ വീടാണ്. എടുത്തു വെച്ച സൂചി മുഴുവനും നീ വെള്ളത്തിലാക്കിയോ? എന്റെ ഭായ്, സമയം ഒട്ട് ശരിയല്ല. ഇപ്പൊ കണ്ടില്ലേ, എല്ലാ സൂചിയും വെള്ളത്തിലായി പോയില്ലേ. സ്ട്രോബെറി കിലോ 10 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. നോക്ക്, തോത്താറാമിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. കൊള്ളാം, എന്റെ കവിത താങ്കൾ പൂർത്തിയാക്കി. അടികൈ. ആദ്യം വണ്ടി നിർത്ത്. ഇപ്പോ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ. കുട്ടികൾ എവിടെയാണ്? കനു സർ, നിങ്ങൾക്ക് ആ ബംഗ്ലാവ് കാണാൻ പറ്റുന്നുണ്ടോ? അതോ എന്റെ തലച്ചോറുന്ന പുസ്തകത്താളുകൾക്കിടയിൽ ഈ വീഴ്ചയിൽ നിന്നുണ്ടായ കീറലുകൾ കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ? എനിക്കും ആ ബംഗ്ലാവ് കാണാൻ പറ്റുന്നുണ്ട്. രാത്രിയാവാൻ പോവുകയാണ്. കുട്ടികൾ മിക്കവാറും ഈ ബംഗ്ലാവിൽ തന്നെ കാണണം. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. വേഗം പോകാം. എടാ, ഒരു ചപ്പാത്തിയെങ്കിലും ഇങ്ങോട്ട് താടാ. ആരെങ്കിലും നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ അവരും ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. പിള്ളാരെ, ശിക്ഷ തിരഞ്ഞെടുക്കുന്നത് ഞാനാണ്, തരുന്നതും ഞാനാണ്. എന്നാൽ അനുഭവിക്കുന്നത് നിങ്ങളാണ്. ഞാൻ എന്റെ കൂട്ടുകാർക്ക് ചപ്പാത്തി കൊടുക്കും. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തടേ. എടാ, നീ എന്താ ഈ കാണിക്കുന്നത്? നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ ആ ബിഗ് ബായെ ആദ്യം പുറത്തിറക്കണ്ടേ? മണി, ആ വാതിൽ തുറന്നു. ഓടിക്കോ. ഹായ്, കുട്ടികളെ കിട്ടി. എവിടെ ബിഗ് ഭായ്? ഇവിടെ വരൂ. ഞാൻ ഡോക്ടറാണ്. നിങ്ങളുടെ തലയിലെ ചിതലുകളെല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങളുടെ തലച്ചോറിന്റെ വാതിൽ ഞാൻ തുറന്നു തരാം. ആദ്യം ഒരു കാര്യം ചെയ്യൂ. ഈ ആക്ടിവിറ്റി ഏരിയയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വരൂ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു ടാസ്ക് കൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്.
കൂട്ടുകാരെ, നിങ്ങൾക്ക് ബിഗ് ഭായി പുതിയൊരു ടാസ്ക് തരികയാണ്. നിങ്ങൾക്ക് ഈ വെള്ളത്തിലിട്ടിരിക്കുന്ന സാധനങ്ങളുടെ മുകളിലൂടെ ചാടി ചാടി കെട്ടിയിരിക്കുന്ന കയറിലൂടെ വലിഞ്ഞു കയറി ഈ മരപ്പലകയുടെ മുകളിലൂടെ നടന്ന് അടുത്ത പ്ലാറ്റ്ഫോം വരെ എത്തിച്ചേരേണ്ടി വരും. ആരാണോ വീഴുന്നത് അയാൾ പിന്നെയും തുടങ്ങേണ്ടി വരും. ഇതൊരു ടീം വർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് പൂർത്തിയാക്കുന്നത് വരെ നിങ്ങൾ ഇത് തുടർന്നുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഇവിടെ വരൂ. നിന്റെ തലച്ചോറുന്ന മിക്സിയിൽ ഞാൻ വെളിവിന്റെ മാങ്ങ ഇട്ട് തരാം. എന്റെ ഈ സൈസ് നീ കണ്ടില്ലേ? ഞാൻ ഈ ചെറിയ സാധനങ്ങൾ ചവിട്ടി എങ്ങനെയാണ് അപ്പുറത്തെത്തുന്നത്? അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. ഇവിടെ വാക്കുകൾക്കല്ല, കഴിവിനാണ് പ്രാധാന്യം. നിങ്ങൾ ഈ ടാസ്ക് പൂർത്തിയാക്കുന്നത് വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ജീവിതം എന്ന ഏറ്റവും വലിയ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അവസാനിക്കുമെന്ന് തോന്നുന്നു. ആ പ്ലാറ്റ്ഫോം വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയമുണ്ടോ? അതൊക്കെ നിങ്ങളുടെ സാമർത്ഥ്യം പോലെ ഇരിക്കും. നിങ്ങളുടെ സമയം ഇതാ ഇവിടെ തുടങ്ങുന്നു. തുടങ്ങിക്കോ. അയ്യോ, ഇതെന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ എന്താണ് കരുതിയത് ബ്രോ? ഇത് അത്ര എളുപ്പമായിരിക്കുമെന്നോ? ഇത് ബിഗ് ഭായിയുടെ ഗെയിമാണ് ബ്രോ, അല്ലാതെ വെറും ഒരു കുട്ടിക്കളിയല്ല. അപ്പൊ പിന്നെ ഇത് ഞങ്ങളെ പോലുള്ള കുട്ടികളെ കൊണ്ട് എന്തിനാ കളിപ്പിക്കുന്നേ? ഡോക്ടർ ബാലു, കൈകൊണ്ട് നീന്തി നീന്തി അപ്പുറത്തെത്താൻ നോക്ക്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഫ്രീക്കൻ പിള്ളേര് പറയാറുണ്ട്, ഹേ ഗായ്സ്, നിങ്ങളുടെ കയർ പൊട്ടിപ്പോയി ഭായ്. പിള്ളാരെ, നിങ്ങൾ ഇത് എങ്ങോട്ടാണ് അതിക്രമിച്ച് കയറുന്നത്? ഇത് എന്റെ വീടാണ്, അല്ലാതെ സത്രമൊന്നുമല്ല. ഞങ്ങൾ ബിഗ് ബായുടെ ഗെയിമിന് വേണ്ടി സെലക്ട് ആയവരാണ്. ഇത് ബിഗ് ഭായിയുടെ വീടാണ്, അല്ലാതെ കാഴ്ച ബംഗ്ലാവൊന്നുമല്ല. ഇത്രയും പേരെന്തിനാണ് ഈ വീടിനകത്തേക്ക് കയറിയത്? അതിനിപ്പോ ഞങ്ങൾ 10 പേരല്ലേ സെലക്ട് ആയിട്ടുള്ളൂ. കാർ കേടായത് കൊണ്ട് വരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ ഈ ഗെയിം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് കൂട്ടുകാരെ? എടോ, ഞങ്ങൾ മഴന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇങ്ങോട്ട് കേറി വന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഗെയിം കളിക്കാൻ നിന്നത്? ഞങ്ങൾ കളിക്കുന്നില്ലെന്ന് എത്ര തവണ പറഞ്ഞതാണ്, പക്ഷെ നിങ്ങൾ അതൊന്നും കേട്ടില്ലല്ലോ. ഇവിടെ വരൂ. തനിക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ, കണ്ണിന് തീരെ കാഴ്ചയില്ല. എടോ, താൻ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തന്റെ മുഖത്തടിച്ച് ഞങ്ങൾ ഈ ഗെയിം അവസാനിപ്പിക്കും.